and hurt and exploited in the manner that Pinarayi Vijayan is doing. No, look, on day before yesterday, a peaceful protest by the BJP to the minister, Devaswam minister, the man who's in charge of the Devaswam, whose resignation in any normal government would be an automatic thing. A peaceful march, the SFI and the communist hoodlums unleashed terror and violence on our Karyakartas. And I have said very clearly today. യുദ്ധകളമായി തലസ്ഥാനം. യുവമോർച്ചയും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തലസ്ഥാനത്തെ ഏറെ നേരം ഭീതിജനകമാക്കി മാറ്റി. യുവമോർച്ച പ്രവർത്തകർ പോലീസിന് നേരെ വടികളും കമ്പുകളും കല്ലുകളും വലിച്ചെറിഞ്ഞു. ഇതോടെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്ത യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്തു. പോലീസിന്റെ ലാത്തിചാർജിൽ മൂന്ന് യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. രാജീവ് ചന്ദ്രശേഖർ യുവമോർച്ചയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP നേതാക്കളായ PK കൃഷ്ണദാസ്, S സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖർ പിരിഞ്ഞു പോയതിനു ശേഷമാണ് പ്രവർത്തകർ അക്രമാസക്തരായി മാറിയത്. പോലീസ് പരമാവധി സംയമനം പാലിച്ചുവെങ്കിലും പിന്നീട് പോലീസ് തുരുതുര ലാത്തി വീശിയതോടെ യുവമോർച്ച പ്രവർത്തകർ ചിതറിയോടി. പലരും റോഡിൽ നിലത്ത് വീണു. ജലഭീരങ്കി കൊണ്ട് നിൽക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. യുവമോർച്ച പോലീസ് യുദ്ധം പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു.